അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് മഗ്രിബിൻ്റെ സമയത്ത് നാം ചൊല്ലേണ്ട ഒരു ദിക്റിനെ കുറിച്ച് പഠിപ്പിക്കുന്നത് കാണാം. വളരെ ഏറെ പ്രാധാന്യമുള്ള, ധാരാളം പ്രതിഫലം കിട്ടാൻ സാധ്യതയുള്ള ഒരു ദിക്ർ മുത്തുനബി നമ്മെ പഠിപ്പിക്കുന്നു. ഹദീസിൽ പറയുന്നത് കാണാം, മൻ ഖാല ഖബ്ല അൻ യൻസരിഫ മിൻ സ്വലാത്തിൽ മഗ്രിബി വസ്സുബ്ഹി, ഒരാൾ മഗ്രിബ് നിസ്കരിച്ച് അതുപോലെ തന്നെ സുബ്ഹി നിസ്കരിച്ച് ആ നിസ്കാരത്തിൻ്റെ സ്ഥലത്ത് തന്നെ അവിടെ നിന്ന് തിരിഞ്ഞു പോകുന്നതിന് മുമ്പ് ഒരാൾ പറയുകയാണെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു ബിയദിഹിൽ ഖൈർ യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ള ദിക്റിനെ ഒരാൾ 10 പ്രാവശ്യം 10 മർറാത്ത് 10 പ്രാവശ്യം ഒരാൾ ചൊല്ലുകയാണെങ്കിൽ, വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഏത് സമയത്താണ് മുത്തനബി പറയാൻ പറഞ്ഞത്? സുബ്ഹി നിസ്കരിച്ച് അതേ സ്ഥലത്ത് വെച്ച് ചൊല്ലേണ്ടതാണ്. മഗ്രിബ് നിസ്കരിച്ച് അതേ സ്ഥലത്ത് ചൊല്ലേണ്ട ഒരു ദിക്റാണ്. ഈ ദിക്ർ ഒരാൾ 10 പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ അവന് കിട്ടാൻ പോകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? കുത്തിബത്ത് ലഹു ബികുല്ലി വാഹിദത്തിൻ 10 ഹസനാത്തിൻ. ഓരോരു ദിക്ർ ചൊല്ലിയതിൻ്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 10 ഇരട്ടി ഹസനാത്തുകളെ അല്ലാഹു നൽകുകയാണ്. എന്ന് മാത്രമല്ല, വമുഹിയത്ത് അൻഹു 10 സയ്യിആത്തിൻ, 10 സയ്യിആത്തുകളെ അവനിൽ നിന്ന് അല്ലാഹു മായിച്ചു കളയുകയാണ്. 10 ഹസനാത്തുകൾ കിട്ടാനും 10 ദോഷങ്ങൾ മായിച്ചു കിട്ടാനും ഒക്കെ വലിയ കാരണമാകുന്ന ദിക്റാണെന്നും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനിയും അതിൻ്റെ പ്രതിഫലം ധാരാളമായി മുത്തുനബി പറയുന്നു. അവനീ 10 ദരജകളെ ഏറ്റുകയും എന്ന് മാത്രമല്ല വഹിർസൻ മിനശ് ശൈത്വാനിർ റജീം, ആ ദിക്ർ അവനിക്ക് വലിയ കാവലായി തീരും. മഗ്രിബ് സമയത്ത് അവൻ ചൊല്ലുമ്പോഴേക്ക് ആ രാത്രി മുഴുവനും ശൈത്താൻ്റെ ശല്യത്തിൽ നിന്ന്, അവൻ്റെ മുസീബത്തിൽ നിന്നും അവനിക്ക് വലിയ കാവൽ ഈ ദിക്റായി തീരും. ഒരാൾ സുബ്ഹി സമയത്ത് ഇത് ചൊല്ലുന്ന കാരണത്താൽ അന്നത്തെ സുബ്ഹി അതേ മഗ്രിബ് വരെ ആ പകൽ സമയത്തെല്ലാം ശൈത്താൻ്റെ എല്ലാ മുസീബത്തിൽ നിന്ന് അത് രക്ഷപ്പെടാൻ കാരണമാകുന്നു എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്നിട്ടോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിൻ്റെ പ്രതിഫലം പറഞ്ഞ് അവസാനം പറയുന്നൊരു വാക്കുണ്ട്, ഫഖാന മിൻ അഫ്ളലിൻ നാസി അമലൻ ഇല്ലാ റജുലൻ ഖൂല അഫ്ളലു മിമ്മാ ഖാല. അതായത് ഇങ്ങനെ ഒരു അമല് ചെയ്തവൻ അന്നത്തെ ദിവസം അവനെക്കാളും പോരിശയുള്ളവൻ, അവനെക്കാൾ വലിയ ഇബാദത്ത് ചെയ്തവൻ വേറെ ഒരാളും ഉണ്ടാവുകയില്ല. ഇനി അവനെക്കാളും വലിയ ഇബാദത്ത് ചെയ്തവനാകണമെങ്കിൽ ഒന്നിരിക്കലോ അവൻ ചെയ്തതുപോലെ ഇത് ചെയ്തിരിക്കണം, എന്നാലേ അവനെപ്പോലെ അമല് ചെയ്തവനാവുകയുള്ളൂ. അല്ലാത്ത ഒരുത്തനും അവനെ പോലെ ആവുകയില്ല. ഇവനായിരിക്കും അന്നത്തെ ദിവസം ഏറ്റവും വലിയ ഇബാദത്ത് ചെയ്തവന് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്ക്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര ഗൗരവത്തോടു കൂടെ നമ്മളോട് ഈ കാര്യങ്ങൾ പറയണമെങ്കിൽ എത്രമാത്രം അതിന് മഹത്വമുണ്ടാകും, എത്രമാത്രം അതിന് പോരിശ ഉണ്ടാകുമെന്ന് നാം ചിന്തിച്ചു നോക്കുക. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൻ്റെ പോരിശകൾ എണ്ണി കുറേ കാര്യങ്ങളൊക്കെ അത് പറയണമെങ്കിൽ വെറുതെ എന്തോ തോന്നിയത് പറഞ്ഞത് ആകാൻ സാധ്യതയില്ലല്ലോ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ അത് നമ്മെ പഠിപ്പിക്കുന്നത്. അത് നാം വിശ്വസിക്കുന്നവരാണല്ലോ. ഈ ചെറിയൊരു ദിക്ർ ഒരു 10 തവണ അതേ എല്ലാ സുബ്ഹി നിസ്കാരത്തിൻ്റെ ശേഷവും എല്ലാ മഗ്രിബ് നിസ്കാരത്തിൻ്റെ ശേഷം നാം ചൊല്ലാൻ തയ്യാറാകണം. അങ്ങനെ ചൊല്ലുകയാണെങ്കിൽ നാം ധാരാളം ദോഷം ചെയ്യുന്നവരാണ്.
അറിഞ്ഞും അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നിത്യമായി ദോഷങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതെല്ലാം പൊറുക്കപ്പെടാൻ കാരണമാകുന്നു. നാം അറിയാതെ തന്നെ നമ്മുടെ ഹസനാത്തുകൾ ഇങ്ങനെ ഇരട്ടിക്കപ്പെടുന്നു. നമ്മുടെ ദറജകൾ അല്ലാഹുവിൻ്റെ അടുക്കൽ ഇങ്ങനെ ഉയർത്തപ്പെടുന്നു എന്ന് മാത്രമല്ല, നമ്മൾ എന്നും ഏത് സമയത്തും ശൈത്താൻ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്, നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് അതിനൊക്കെ വലിയ കാവലാവുകയാണ്. ചെറിയ സമയമല്ലേ ഇതിന് വേണ്ടുള്ളൂ. ഇത്തരത്തുള്ള വളരെ പ്രധാനമുള്ള ചെറിയ സമയങ്ങൾ കൊണ്ട് വലിയ വലിയ നേട്ടങ്ങൾ നേടാനുള്ള എത്രയോ അവസരങ്ങൾ മുത്തുനബി നമ്മെ മുമ്പിൽ നൽകിയിട്ട് അതൊന്നും നാം കണ്ടില്ല എന്ന് നടിക്കുന്നത് ശരിയല്ല, ഖേദകരമായ വിഷയമാണ്. ഇതെല്ലാം അവളുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.